അപ്പൊ തുടങ്ങാം. എന്ത് കണ്ടന്റ് വേണം ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതല്ലാതെ എനിക്കൊരു സ്വകാര്യത വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ പിന്നാലെ പോയിട്ട് കുത്തി അവരുടെ സ്വകാര്യതയെ നമ്മളെ യൂണിയനിൽ അങ്ങനെ ഒരു നിയമം ഒന്നുമില്ല. നമ്മളൊക്കെ പെർക്ക് ജീവിച്ചവരാ. ഇത് നമ്മുടെ ഒരു വയറ്റിപ്പിഴപ്പല്ലേ? സ്വകാര്യത വേണമെന്ന് ചന്തുവോ സലീംകുമാറോ ആരും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളവരല്ലെന്നേ. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. അതല്ല ഞാൻ പറഞ്ഞ, ചന്തു എന്തിനു റിയാക്ട് ചെയ്യണം? അത് നീ തന്തൊക്കെ പറഞ്ഞവനാണെങ്കിലേ അറിയാനൊക്കെ ഉള്ളു. ചന്തു എന്തിനാ നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തടാ? ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. ഇവിടെ എല്ലാ നടികളും മരിക്കുമ്പോഴും നടന്മാരും മരിക്കുമ്പോഴും ഇതേ സാധനം നടന്നോണ്ടിരിക്കും. നീ കയറി കയറി എങ്ങോട്ടേ പോണത്? അതെ, നിന്റെ ഈ തൊഴുത്തിക്കുത്തു സ്വഭാവത്തിന് അടി ആരൊക്കെയാണ് ഓങ്ങി വെച്ചേക്കണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. സ്വന്തം അച്ഛൻ മരിച്ചടക്കാൻ പ്രതികരിക്കത്തില്ലേ? അതിനിവിടെ പ്രസക്തിയില്ല സർ. അതിന് പ്രസക്തി ഉണ്ട് സർ. അതിന് മാത്രമേ പ്രസക്തിയുള്ളൂ. കുറച്ചുകൂടെ വൃത്തിക്ക് ഞാൻ പറഞ്ഞുതരാം. കുറച്ചുകൂടെ ആങ്കർ അങ്ങോട്ട് മാനേജ് ചെയ്തിട്ട് അങ്ങോട്ട് ചെന്ന് അവരോടൊന്ന് മാറി നിൽക്കൂ. എന്താ അണ്ണാക്കിൽ വല്ലതും പോയ? അണ്ണാക്കിലൊരു പ്രാണി. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അജു പറഞ്ഞ കാര്യമുണ്ട്. ബേജാർ ബേട, രംഗച്ചേട്ടൻ റെഡിയാക്കാം. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? മനസ്സിലായില്ലല്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ അപ്പനെ അമ്മയെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, എന്റെ കുടുംബക്കാരെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇനി കിട്ടണത് നീ മേടിച്ചോ. അതുപോലെ ഈ പുള്ളിക്ക് അവസ്ഥ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അപ്പൻ ചത്താലും കുഴപ്പമില്ല, അമ്മ ചത്താലും പറഞ്ഞാ വന്നാ വീഡിയോ എടുത്തു. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ എന്ന് പറഞ്ഞ് എനിക്ക് ഒരു പ്രശ്നമില്ല, ഒരു ഫീലിംഗും ഇല്ല. അയാൾ ഫീലിംഗിലാണ് കാര്യം. ഇവിടെ വന്ന് കയറിയപ്പോ മുതൽ ഓങ്ങി വെച്ചത് ഞാനൊരെണ്ണം നിനക്കിട്ട് പൊട്ടിക്കാൻ. ഡെയിലി ഞാൻ ഒരുപാട് പേരെ കാണുന്നു. ഇവനൊക്കെ പക്കാ ഫ്രോഡാ. പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ തലേക്കറിയിരുന്ന് ഞരങ്ങുവാ. നിനക്കിത് വേണം. പക്ഷെ ഇപ്പൊ ഇവനെ കാണുമ്പോ എനിക്ക് അലക്കാൻ തോന്നുമ്പോ മോന്ത കിട്ടും. നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി. നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ പോടേ. ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? അപ്പൊ പാലക്കാരൻ എന്റെ അടുത്തോട്ട് എന്ത് കളിയാടാ ഇത്? ഇങ്ങനെ വാപ്പയുടെ പേര് വെച്ച് ആണോ കളിക്കുന്നത്? ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. കണ്ടോ ഇവിടെ ഇരുന്ന് കാണിച്ചുണ്ടോ? നീ ചോദിച്ചു വാങ്ങിച്ചല്ലേ? സ്വഭാവം നന്നാത്തവൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് നിന്റെ ഡയറി കുറിച്ച് വെച്ചോ, ആവശ്യം വരും. ഇതാണ് മീഡിയയുടെ കുഴപ്പം. ഇയാൾ അവതരിപ്പിക്കുന്നതല്ല ഇങ്ങനെയാ. ഇവിടെ മുന്നിൽ ഇരുന്ന് കൈയടി ഇത്രയും പേരും കേട്ടതല്ലേ ഞാൻ? എടഞ്ഞാ രവീന്ദ്രൻ ചെറ്റയാ, വെറും ചെറ്റ ആണോ? എങ്കിൽ ഇറങ്ങി പോടോ ചെറ്റേ. കാര്യം പറ. എന്താ പറഞ്ഞു? സ്വന്തം വീട്ടിൽ ഒരാളും ഒരു എന്റർടൈൻമെന്റ്. എന്റർടൈൻമെന്റ് സ്വന്തം വീട്ടിൽ കിടക്കുമ്പോ ക്യാമറ ആയിട്ട് വരുന്നപ്പോ ആര് പറയൂ? അവിടെ ഇതുപോലുള്ള സംസ്കാരശൂന്യമായ വർത്താനം ഇനി എന്റെ അടുത്ത് പറയരുത്. ആര് പറയും? നേർക്ക് നേരെ ഇരുന്ന് കള്ളം പറയുന്നു. പതുക്കെ പറടൂ, ഇത് ചന്തയല്ല. ഉള്ള കാര്യം പറഞ്ഞാ ഞാൻ. നീ കൊള്ളാമല്ലോ. അതന്നെ റിലാക്സ് ആവും. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യം ഇവൻ പറയുന്നത് തന്നെയാ പറഞ്ഞത്. മക്കളാ, വെറുതെ അമ്മാതി പരിപാടി കാണിച്ചത്. എന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതാ ലൈറ്റിലടിച്ചു വിടുന്നായി കാണുന്നേ? ചെകുത്താൻ പറഞ്ഞു അവന്റെ അമ്മ മരിച്ചാൽ കുഴപ്പമില്ല, അപ്പം മരിച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ ഇവൻ പറഞ്ഞ എന്തുവാ? ചവിട്ടിക്കൂട്ടി കടലെറിയാൻ. ചേട്ടാ, ഇവനോടൊക്കെ കാര്യം ബോധിപ്പിക്കേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോ. അതെന്നാ പരിപാടിയാ? അങ്ങനെ പറയാൻ പാടില്ല. കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ.